ആദ്യമായി എനിക്ക് പറയാനുള്ളത് സർവശക്തനായ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുക. കാരണം ഒരു പ്രാവശ്യം 2011 ഞാൻ എന്റെ വാപ്പാടെ കൂടെ ഗവൺമെന്റ് സർവീസിൽ ഹജ്ജിന് പോയതാണ്. 42 വയസ്സാണ്. അതുകൊണ്ട് ആ യൗവനം കൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ മാത്രമല്ല എന്റെ 2 സഹോദരന്മാരവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഹെൽപ്പ് ഉണ്ടാകൊണ്ട് അന്ന് ഇത്ര വലിയ നിയമകർഷണമൊന്നുമില്ല. ആർക്കും വേണമെങ്കിലും അതിന്റെ വണ്ടിയിലൊക്കെ കയറി പോരാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു തൂങ്ങി പിടിച്ചൊക്കെ പോയിരുന്നത്. അപ്പൊ അതുകൊണ്ട് അന്ന് അത്ര വലിയ പ്രയാസം പോയിരുന്നു. പ്രാവശ്യം ഞാൻ ഗവൺമെന്റ് സർവീസിൽ എനിക്കും എന്റെ ഭാര്യയ്ക്കും വേണ്ടി അപേക്ഷ കൊടുത്താണ് നിങ്ങൾക്കറിയാൻ. അപ്പോ അതിന്ന് നിങ്ങൾ വന്നപ്പോ കിട്ടിയില്ല. അതൊക്കെ കോംപ്രമൈസ് കഴിഞ്ഞാൽ വെയിറ്റിംഗിലാണെന്ന് അറിയാം. അപ്പോ നിങ്ങൾ യാദൃശ്യമായി വന്നു. പ്രാവശ്യം ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പോകാനുള്ള മുന്നൊരുക്കം സാധാരണഗതിയിൽ അച്ഛന് പോകുമ്പോൾ റംസാനോട് കൂടി അല്ലെങ്കിൽ റജബോട് കൂടിയൊക്കെ നമ്മളതിനൊരു നിയത്തി ചെയ്ത് തുടങ്ങണം. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോരാൻ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ഇബ്രാഹിം നബി ഖലീലുള്ളാഹിയുടെ വലിയുടെ അടിസ്ഥാനത്തിൽ നമ്മളതിന് ഒരുങ്ങി. അത് വളരെ പെട്ടെന്ന് ശരിയായി. അങ്ങനെ 23-ാം തീയതി ഏപ്രിൽ 23-ാം തീയതി രാത്രി ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അവിടുന്ന് ഇറാൻ കെട്ടി പോയതുകൊണ്ട് അവർ ഉംറ കഴിഞ്ഞു. അങ്ങനെ 5 ഉംറ എല്ലാ സ്ഥലങ്ങളും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും പോയി ഇറാൻ കെട്ടി ഉംറ ചെയ്യാൻ കഴിഞ്ഞു. മാത്രമല്ല ഹറമിന്റെ 100 മീറ്റർ അകലെ ആണ് പറയുന്നത്. 100 മീറ്റർ ഉണ്ടാവില്ല. ഇനിയിപ്പോ 100 മീറ്റർ ബോർഡർ ആ ഗംഭീരശ്ശിന്റെ അപ്പുറത്ത് 100 മീറ്റർ ഉണ്ടായിരുന്നു. അത്ര അടുത്ത് എല്ലാ ഓത്തിനും നമുക്ക് ബാങ്ക് കൂടി ഇങ്ങോട്ട് പോയാൽ നമുക്ക് അറമാരിക്കാൻ കഴിയും. അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പൊ കണ്ണൂർ അറമിൽ തോന്നും. പിന്നെ മദീനയിലേക്ക് പോയി അവിടെയും നല്ല വിധമായി ജനത്തിനൊക്കെ നേരെ മുമ്പിൽ കാണുന്ന രീതിയിലാണ്. 100 മീറ്ററിന്റെ ഉള്ളിലുള്ള അകലാണ്. അവിടെയും സുഖമായിരുന്നു. 2 സ്ഥലത്തും നല്ല ഭക്ഷണവും കാര്യങ്ങളും നമ്മുടെ കേരളീയ ഭക്ഷണം അവരാണ് ഇഷ്ടമുള്ള ഭക്ഷണം. അപ്പൊ കൈക്കുറലേക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഞങ്ങളൊക്കെ. അപ്പോ അത് നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് അതാ നല്ലത് എന്നുള്ളത് നിങ്ങൾ പറയുകയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. എന്റെ അഭിപ്രായമില്ലാത്ത ഞാനിവിടെ വന്നപ്പോ ഒരു 500 ആളെങ്കിലും ചുരുങ്ങിയതായി. കൂടുതൽ ആളുകൾ ഉണ്ടാവും. കുടുംബം ബന്ധുക്കാരൊക്കെ ഇവിടെ വന്ന് പോയവരൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്നും കുറെ 10-50 ആളുകൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നു. അച്ഛനും പോകാത്ത ആളുകൾ ചെറുപ്പക്കാരായിട്ട് 10-9. അപ്പൊ അവരോടൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ പോയിപ്പോയി. ചെറിയൊരു വ്യത്യാസം പോകും. അപ്പോ ഗവൺമെന്റിൽ പോയ ആളുകൾക്ക് RCC താമസം കൊടുത്തിട്ട് അവര് 2 ബസ് ഇവിടേക്ക് വരണം. അവർക്ക് ആ വരുന്നവരൊക്കെ 1, 2, 3 ഓത്ത് നിന്ന് 2 ഓട്ടിലേക്ക് നിൽക്കാൻ കഴിയുള്ളൂ. ഭക്ഷണമല്ല. ഭക്ഷണം ഇതിനൊരു പൈസ കെട്ടാണ്. അപ്പൊ അതൊക്കെ ചെറിയൊരു സാമ്പത്തിക പ്രയാസം ഉണ്ടാവില്ല. അത് അതിന് വരുമ്പോ 1 ലക്ഷം ഉറുപ്പിക വ്യത്യാസം ഒരു വ്യത്യാസം. ഇതിന് പോകുമ്പോ ഞാനൊക്കെ ഒരു പൈസ കണക്കാക്കി പോയ ആളാണ്. പക്ഷെ ഇത് ആവശ്യമില്ല. ശരിക്കും ആവശ്യമില്ല. അതുപോലെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പണ്ടുള്ള വർഷം കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ 41 ആളെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു അസുഖം ഉണ്ടായില്ല. എനിക്കും ഭാര്യയൊക്കെ സംബന്ധിച്ചോളം ഒരു പനി ഉണ്ടായില്ല, ജലദോഷമുണ്ടായില്ല. അപ്പൊ അതൊക്കെ റബ്ബിന്റെ ഒരു തൗഫീഖായിട്ട് നമ്മൾ കാണുകയാണ്. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം 2 അമീറന്മാരുണ്ടായിരുന്നു. കോട്ടപ്പാടത്ത് സമീർ ഫൈസി, അതുപോലെ തന്നെ കോഴിക്കോടുള്ള സിദ്ദീഖ് വാക്കബി. അവരുടെ സേവനം നമ്മൾ എത്ര എടുത്തു പറഞ്ഞാലും ഒരു വാക്കുകൊണ്ട് നന്ദി പറഞ്ഞാൽ തീരില്ല. കാരണം അവര് സംസ ഗ്രൂപ്പിന്റെ അമീറന്മാരായി വന്നതാണെങ്കിലും ഈ ആളുകളെ വളരെ കെയർ ചെയ്തിട്ടാണ് അവർ കൊണ്ടുവന്നത്. കാരണം പ്രായമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. 2 ആൾ വെച്ച് ബാക്കിയുള്ളവരൊക്കെ 70-75 മുകളിൽ കോഴിക്കോട് ഇവിടെയൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എല്ലാ കാര്യങ്ങളിലും അമീറന്മാരുടെ സേവനം നമ്മൾ ഒരു നന്ദി കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. കാരണം ഒരു 10 ദിവസമൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ഹജ്ജിന് പോണ സമയത്ത് മക്കൾ പറഞ്ഞേക്കുന്നവരുണ്ടാവും. സ്വയം എനിക്ക് ഹജ്ജ് ചെയ്യണം എന്നുള്ള എഹ്ലാസോട് കൂടി പോകുന്ന ആളുകളുണ്ടാവും. ചിലവർ പേരിന് പോകുന്ന ആളുകളുണ്ട്. അതുണ്ടായി പോകുമ്പോ അങ്ങനെ ഞാൻ എന്റെ ഒരു വിവരത്തിന് പറയേണ്ടുന്നത് കാറ്റഗറിയാണ് ആളുകളുണ്ടാവും. പക്ഷെ ഈ സിദ്ദീഖ് വാക്കപ്പിന്റെയും ഇവരെയൊക്കെ സമീർ ഫൈസിന്റെയൊക്കെ ക്ലാസ് ഡെയിലി ക്ലാസ് ഉണ്ടാവും. അല്ലെങ്കിൽ 1-2 എന്തായാലും ഓരോ മുറക്ക് പോകുമ്പോഴും ഓരോ കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ടും ഒക്കെ ക്ലാസ് ഉണ്ടാവും. അപ്പൊ ആ ക്ലാസ്സുകളിൽ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേനിപ്പം സ്വയം ഹജ്ജ് ഒരു മനുഷ്യന്റെ മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അവിഭാജ്യ ഘടകം എന്നുള്ള നിലക്ക് അതിലേക്ക് എത്തിച്ചേരും. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹജ്ജ് ഒരു അവിഭാജ്യ ഘടകമാണെന്ന് ബോധ്യപ്പെടുക. അങ്ങനെ വേണമെങ്കിൽ ഖലാസോട് കൂടി അതിലേക്ക് വരിക. അപ്പൊ അതില് സംസം ഗ്രൂപ്പ് ചെയ്ത സേവനം മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അതിന്റെ ഡയറക്ടറായിട്ടുള്ള ബഷീർ സാഹിബിനെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവൂല. ഹൈറാക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം.